ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സാരി കൊടുത്തിട്ടാണ് വന്നത്. ഇത് അമേരിക്കയിൽ നിന്ന് ഒരു ചേച്ചി വന്നപ്പം എനിക്ക് തന്ന സാരിയാണ്. ഉണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട്. നല്ല ഇതാണ് കണ്ടോ, ഇതിൻ്റെ മുന്താണി നല്ല ഭംഗിയുള്ള സാരിയാണ്. ഞാനതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടുത്തതാണ്. സമയം ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷേ എനിക്ക് തോന്നി എന്നും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരു മുഷിഞ്ഞ അല്ലെങ്കിൽ ഒരു ചുരിദാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഓടി വരുമ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ വീഡിയോ നമുക്ക് ഒരുങ്ങിയൊന്നും വീഡിയോ ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ ജോലി ചെയ്യുന്നതിന് കൊണ്ട് നമുക്ക് അതൊന്നും അങ്ങനെ എടുക്കാൻ സമയമില്ല. അപ്പം ഞാൻ ഇന്ന് കുറച്ചൊരു സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഒരു വീഡിയോ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് ചെയ്യാമെന്ന്. എന്നും നിങ്ങൾ ചുരിദാറിട്ടല്ലേ കണ്ടിട്ടുള്ളത്. അപ്പം ഇന്ന് സാരി കൊടുത്തിട്ട് പിന്നെ ഒരു പൊട്ട് വെച്ചു, മാല ഇട്ടു, അതേപോലെ തന്നെ വെള്ള മുത്തുള്ളൊരു കമ്മലും ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒരുക്കം ഇത് നല്ല സുഖമാണ് കൊടുക്കാൻ കേട്ടോ. ഈ സാരി നല്ല സോഫ്റ്റായിട്ടിരിക്കും, ശരീരത്തിലേക്ക് ചേർന്ന് ഒരു സാരിയാണ്. നല്ല തുണിയാണ്, അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്നല്ലേ. അപ്പം ഞാനത് ഒന്ന് ഉടുത്തു. എന്നും നമ്മളെ ചുരിദാറിട്ടിട്ടില്ലേ ഓരോ വീഡിയോ ഇടുന്നതും ഒക്കെ. അപ്പോൾ ഇന്ന് സാരിയിലാകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? പൊട്ടുണ്ട്, ഒരു മുത്തിൻ്റെ മാലയുണ്ട്. എന്നും ഒരേപോലെ ആകുമ്പോൾ അതൊരു ഇതില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് എടുത്തത്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് ഉടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഉടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനും കൂടിയായിട്ടാണ് ഞാൻ ഈ സാരി ഉടുത്തത്. ഇന്ന് കുറച്ചൊരു സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉടുക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടി. ഉടുക്കലൊന്നും നന്നായിട്ടില്ല, വെറുതെ ഒരു തുമ്പിങ്ങനെ കുത്തിയിട്ടുള്ളൂ, നുറിഞ്ഞൊന്നും ഉടുത്തിട്ടില്ല. ഇത് അങ്ങനെ പ്ലേറ്റ് ഇട്ട് ഉടുത്തിട്ടില്ല, ഇതിങ്ങനെ വെറുതെ കുത്തിയിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഉടുത്തത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ എല്ലാവരും കണ്ടതിന് സന്തോഷം. എനിക്ക് വളരെ സന്തോഷമായി. നമ്മളൊരു കാര്യം അത് ഇട്ടപ്പോൾ അത് എല്ലാവരും വായിക്കാനും അത് കേൾക്കാനും കാണാനും ഉള്ളൊരു മനസ്സ് എന്ന് പറയുന്നതാണ് മനസ്സ് അല്ലേ, നമ്മുടെ മനസ്സ്. അതാണ്. അപ്പോൾ അത് എന്തായാലും അതൊന്ന് കേട്ടേക്കാം, ഒരു കണ്ടേക്കാം എന്നുള്ള ഒരു തോന്നൽ, അതാണ് നമ്മുടെ മനസ്സ്. അപ്പം ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതിനെല്ലാവരോടും സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. അത് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം മനസ്സാണ് അല്ലേ. നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ തലയിൽ കൂടി പോകുന്ന, അതൊന്ന് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന കൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിനെയും ഇതെല്ലാം ബന്ധിച്ച് കിടക്കുന്നതാണല്ലോ. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തരുന്നതും നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും ഒക്കെ അതുകൊണ്ടാണ് അല്ലേ. അപ്പം നമ്മുടെ മനസ്സ് ഭദ്രമാക്കി വെക്കുക. എപ്പോഴും സന്തോഷം കൊടുത്ത് നമ്മൾ ഭദ്രമാക്കി വെക്കാം നമ്മുടെ മനസ്സിനെ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു വിങ്ങലായിരിക്കും അല്ലേ. നമുക്കൊന്നും പറയാനും തോന്നില്ല, പ്രവർത്തിക്കാനും തോന്നില്ല, നമ്മൾ ചടഞ്ഞു കൂടിയിരിക്കും. അപ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അത് ഇങ്ങനെ മനസ്സിൻ്റെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ.
ഒരു നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരാളൊരു വഴിയിൽ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നു. അപ്പം നമ്മൾ ആ ആൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കുക, അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഒരു ആളെ ജീവൻ രക്ഷിക്കുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് സ്നേഹമുള്ള മനസ്സെന്ന് പറയുന്നത്. അതേ സമയത്ത് ആ ആളിനെ കണ്ടിട്ടും കാണാതെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ടാവും അല്ലേ. അത് കള്ളു കുടിച്ച് കിടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് നമ്മളെന്തിനാണ് ശ്രദ്ധിക്കുന്നത്? നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 2 അടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളായിരിക്കും അവിടെ വീണ് കിടക്കുന്നത്. അപ്പോഴോ അങ്ങനെ ആൾക്കാർ ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? അങ്ങനെ മാത്രമല്ല, നമ്മൾ അവരെ സംരക്ഷിപ്പിക്കുക, നമ്മൾ ഹോസ്പിറ്റലെങ്കിലും കൊണ്ടുപോകാൻ നോക്കണം. അത് ഇവിടെ അടുത്ത് ഞാനൊന്ന് വായിച്ചതാണ്. അപ്പോഴാണ് എനിക്ക് അതിങ്ങനെ കേട്ടപ്പോൾ നിങ്ങളോട് പറയണം തോന്നി. വായിച്ചപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നല്ല മനസ്സ് നമുക്ക് അപ്പോഴേ പ്രവർത്തിക്കണം. ഓരോ സമയത്തും ഓരോ നല്ല മനസ്സ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് മനസ്സിൽ വരുന്നില്ല. ഇന്ന് അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, കേൾക്കണം. ഇതിലും വലുതായിട്ടുള്ള കഥകളും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. ഒരുപാട് കഥകളും കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഇടയ്ക്കിടയ്ക്ക് പറയും. നിങ്ങളെല്ലാവരും അത് കേൾക്കണം. ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ഒക്കെ നിങ്ങൾ തരണം. എന്നാലാണ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും മുമ്പോട്ട് കയറി വരാൻ പറ്റുള്ളൂ. ഞാനൊരു ഭക്ഷണത്തിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഇട്ടിട്ട് എനിക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. 5 വർഷമായി ഈ വീഡിയോ ഇടുന്നു, പക്ഷെ പ്രയോജനമൊന്നുമില്ല. പിന്നെ എനിക്ക് അതിലൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. എന്തൊക്കെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ വീഡിയോ ഇടുന്നു. ചിലപ്പോൾ അവർ വീഡിയോൻ്റെ കിട്ടുന്ന ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ അതിന് പറയുക, അതൊക്കെ കുറയ്ക്കുന്നതുണ്ടല്ലോ. നമുക്ക് ചിലപ്പോൾ ഒക്കെ എനിക്ക് നല്ല വീഡിയോയ്ക്ക് നല്ല ഇത് കിട്ടാറുണ്ട്, ലൈക്ക് ഷെയറൊക്കെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കത് കുറഞ്ഞു പോയി. പിന്നെ ഇപ്പം തീരെ ഇല്ലാതെയായി. ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്കങ്ങനെ വലിയ വീഡിയോ ഇടാനോ വീഡിയോ ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും എനിക്കില്ല. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു. അവരിതൊക്കെ കണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ വിട്ട് കളയട്ടെ, അത്രയേ ഉള്ളൂ. എന്നാലും എല്ലാവർക്കും ബൈ, സന്തോഷം, ഹായ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.